സ്വന്തം മകനാൽ ഈ ലോകത്തു നിന്ന് യാത്രയാവേണ്ടി വന്ന ഒരു ഉമ്മയ്ക്ക് പ്രിയപ്പെട്ട ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ യാത്രയയപ്പ് മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ്. ആ സമയത്ത് തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഈ അമ്മയെയും മകനെയും പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ മകൻ ഇങ്ങനെയായി എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മകൻ ആരോടും മിണ്ടാതെ അത്രയും സൈലൻ്റായി അത്രയും നല്ലൊരു മകനായി ജീവിച്ച കുട്ടി +1 +2 കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയപ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ ആയത്. ആ സമയങ്ങളിൽ വീട്ടിൽ വരുമ്പോൾ ഉമ്മയെ ചവിട്ടി താഴെയിടുകയും ഉമ്മയെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു കൊലപാതകത്തിലെത്തിയപ്പോൾ എല്ലാവരും അറിഞ്ഞു. അതുപോലെ തൊട്ടടുത്ത അയൽവക്കക്കാരൊക്കെ ഉമ്മയുടെ കരച്ചിൽ കേട്ട് ഓടി വരുമായിരുന്നു. ഇതൊന്നും പലതും പുറത്തറിയിക്കാതെ എത്രമാത്രം ഉമ്മ ആ വീടിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം പുറത്തോട്ടെത്തിയ കാര്യങ്ങളാണ് അയൽവക്കക്കാരും നാട്ടുകാരും അറിഞ്ഞത്. അല്ലാതെ തന്നെ മാനസികമായും ശാരീരികമായും ആ ഉമ്മയെ എത്രമാത്രം ഈ മകൻ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഈ വേദനയൊക്കെ സഹിച്ചും ഈ മകന് വേണ്ടിയാണ് ഉമ്മ ജീവിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജോലിക്കാണ് ഉമ്മ പോയിക്കൊണ്ടിരുന്നത്. കുക്കിംഗ് പണിക്കും അങ്ങനെ പല പണികളും ഉമ്മ കൂടുതൽ കൂലി കിട്ടുന്ന ജോലികൾക്ക് പോയത് ഈ മകനെ പഠിപ്പിക്കാനും മകന് വേണ്ടിയാണ്. മകന് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി കൊടുത്തു. എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ മകന് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതൊന്നും മകൻ്റെ മനസ്സിൽ ഉമ്മയോടുള്ള സ്നേഹമായിരുന്നില്ലേ? പണത്തേക്കാളും അവനവന് കിട്ടുന്ന സുഖമുള്ള ലഹരിയേക്കാളും ഒന്നും വലുതായിരുന്നില്ലേ ഈ ഉമ്മ? എന്തായാലും ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോഴും ഈ ഉമ്മയെ അവനൊരു എനിക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന ഈ ലോകത്ത് എനിക്കും ഉമ്മയ്ക്കും നമ്മൾ രണ്ടുപേരുമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ മകൻ ഇങ്ങനെയൊരു തെറ്റായ വഴിയിലേക്ക് പോകുമായിരുന്നോ? ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യും എന്നല്ലാതെ പിന്നെ ഇതൊരു ചർച്ചയിലേക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാ കുട്ടികളും +2 കഴിഞ്ഞതിന് ശേഷം ഓരോരോ കോഴ്സിനായി പല നാട്ടിലേക്കും പോവുകയാണ്. അവിടെയൊക്കെ വെച്ച് ഓരോ ലഹരികൾ ഉപയോഗിച്ച് നോക്കും. അത് പിന്നെ കൂടിക്കൂടി വരും. ഇങ്ങനെയാണ് ഓരോ കുട്ടികളുടെയും നാശം ഉണ്ടാകുന്നത്. ഈ ഉമ്മയെ തന്നെ മകൻ ലീവിന് വരുമ്പോൾ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടോ അല്ല ഉമ്മ ഇതിനെല്ലാം വിലങ്ങുതടിയായി ഓരോന്നിനും കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല ഉമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിക്കുക. എന്തായാലും ഈ ഉമ്മ മകന് വേണ്ടി മഹർ പോലും ഒരുക്കി വെച്ചിരുന്നു എന്നാണ് കേട്ടത്. അത്രത്തോളം കരുതലായിരുന്നു ഈ മകനെ പറ്റി ഉമ്മയ്ക്ക്. എന്തായാലും പിതാവ് ജന്മം നൽകി ഈ ഉമ്മയെയും മകനെയും വിട്ടു പോയപ്പോൾ എവിടെയും കളയാതെ സ്വന്തം ജീവിതത്തിലേക്ക് പോലും പോവാതെ ഈ ഉമ്മ ഈ മകന് വേണ്ടി ജീവിച്ചു. ഈ നിൽക്കുന്ന വീടല്ലാതെ തന്നെ പിന്നെയും 10-20 സെൻറ്റ് സ്ഥലം ഈ ഉമ്മ ഈ കൂലിപ്പണിയെടുത്ത് മകനെ വളർത്തി മകനെ പഠിപ്പിച്ചതിന് ശേഷവും ഇതൊക്കെ സ്വരൂകൂട്ടി വെച്ച് വാങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ മകന് വേണ്ടിയല്ലേ? അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുമ്പോഴും ഉമ്മ എങ്ങനെ ജീവിച്ചു, എന്നെ എങ്ങനെ പഠിപ്പിച്ചു, എന്നെ ഇട്ടിട്ട് പോയ ഉപ്പയെ പോലും ഒന്നും പറയാതെ എന്നെ ഇതുപോലെ ജീവിപ്പിച്ചെങ്കിൽ ആ ഉമ്മക്ക് വേണ്ടി നാളെ ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്നത് സ്നേഹത്തിലൂടെ ആയിരിക്കണം എന്ന് ചിന്തിക്കാത്ത ആ മകൻ, അതുപോലെ തന്നെ ഈ മകൻ നന്നായി വരുമെന്ന് ചിന്തിച്ച് ജീവിച്ച ഈ ഉമ്മയ്ക്ക് ഇതായിപ്പോയല്ലോ അവസാന ഗതി എന്നോർക്കുമ്പോൾ എത്രയെത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ഈ ഒരു ഇത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യത്തിൽ ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുക എന്നറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ഉമ്മ ഈ ലോകം വിട്ടുപോയത് എത്രയോ നന്നായി. കാരണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിൻ്റെ ഇരട്ടി ഈ ഉമ്മക്ക് അനുഭവിക്കേണ്ടി വരില്ലേ? കാരണം ഏജ് കൂടുന്നതിനനുസരിച്ച് ക്രൂരതകളും കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ ഇനി കുറയില്ലല്ലോ. കാരണം ഉമ്മ ഏറ്റവും ത്യാഗങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അവിടുന്ന് വന്നിട്ടാണ് ഉമ്മ ഇത് ചെയ്തത്. ചിലപ്പോൾ അവിടെ വിട്ടതിലും എല്ലാം വൈരാഗ്യം വെച്ചിട്ടുണ്ടാവണം. ഇനിയും ആരോടെങ്കിലും പറഞ്ഞ് ഈ കുഞ്ഞിനെ ഉപദേശിക്കുകയോ, നാട്ടുകാരൊക്കെ ഉപദേശിക്കുന്നത് അവന് വലിയ ദേഷ്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും മകൻ്റെ കാര്യത്തിൽ കൺട്രോള്, അവൻ ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴും ഉമ്മ ഇതുപോലെ പറയുമ്പോൾ ഉമ്മ എന്തെല്ലാം ആ ഒരു മുറിക്കുള്ളിൽ അനുഭവിക്കേണ്ടി വരും, എന്തൊക്കെ ഉമ്മ അനുഭവിച്ചു അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു പോവുക, ഉമ്മ ഈ ലോകത്തിൽ നിന്ന് പോയത് എന്തുകൊണ്ടും നല്ലതായി, ഇനി അങ്ങോട്ട് സഹിക്കണ്ടല്ലോ. പക്ഷെ അത് സ്വന്തം മകൻ്റെ കൈകളിൽ കൂടിയാണ് ആ ഒരു മരണം ഉമ്മയ്ക്ക് കിട്ടിയത് എന്നാലോചിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്.
ഇത്രയും ഈ ഭൂമിയിൽ അനുഭവിച്ച് സ്വന്തം മകൻ്റെ കൈകളാൽ മരണത്തിലേക്ക് പോയ ആ ഉമ്മയ്ക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൂടാതെ ആ മകനും നല്ല ബുദ്ധി തോന്നി ഇനിയെങ്കിലും നല്ലൊരു ജീവിതത്തിലോട്ട് പോവാനും ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഇങ്ങനെയുള്ള ലഹരിയിലേക്കൊന്നും പോവാതെ നല്ല കുഞ്ഞുങ്ങളായി വളരാനും നമുക്ക് പ്രാർത്ഥിക്കാം.